ദുബായിലെ ടോപ്പ് 10 ഗേറ്റഡ് കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോപ്പ് 10 ആവാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സെക്യൂരിറ്റി, അതുപോലെ തന്നെ പ്രൈവറ്റ് അമ്യൂണിറ്റീസ്, അതുപോലെ തന്നെ പ്രൈവസി, കമ്മ്യൂണിറ്റി വൈസാണ് ഇത് ടോപ്പ് 10 ആവാനുള്ളത്. ഒന്നാമത്തത് ഏറ്റവും ടോപ്പിലുള്ളത് അറേബ്യൻ റേഞ്ചസ് ആണ്. 1750 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ബെഡ്റൂം തൊട്ട് 6 ബെഡ്റൂം വരെയാണ് അവിടെ ഉള്ളത്. രണ്ടാമത്തത് ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് ആണ്. 2 ബെഡ്റൂം തൊട്ട് 6 ബെഡ്റൂം വരെയാണ് ഉള്ളത്. 1586 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിലാണ് അവിടെ സ്റ്റാർട്ട് ആവുന്നത്. മൂന്നാമത്തത് ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് ആണ്. ഇവിടെ 3 ബെഡ്റൂം തൊട്ട് 7 ബെഡ്റൂം വരെയാണ് ഉള്ളത്. 2051 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിലാണ് അവിടെയും സ്റ്റാർട്ട് ആവുന്നത്. നാലാമത്തത് ജുമേറ ഐലൻഡ് ആണ്. അതുപോലെ തന്നെ 4 ബെഡ്റൂം തൊട്ട് 7 ബെഡ്റൂം വരെയാണ് ഉള്ളത്. അവിടെ 2811 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റാണ് സ്റ്റാർട്ട് ആവുന്നത്. അഞ്ചാമത്തത് ഡിസ്ട്രിക്ട് 1 ആണ്. 2560 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റാണ് സ്റ്റാർട്ട് ആവുന്നത്. അതുപോലെ തന്നെ 4 ബെഡ്റൂം തൊട്ട് 7 ബെഡ്റൂം വരെയാണ് അവിടെ ഉള്ളത്. ആറാമത്തത് അൽബറാറി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ്. പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് 1636 ആണ്. 3 ബെഡ്റൂം തൊട്ട് 7 ബെഡ്റൂം വരെയാണ് അവിടെ ഉള്ളത്. ഏഴാമത്തെ ദമാക് ഹിൽസ് ആണ്. 1285 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റാണ് സ്റ്റാർട്ട് ആവുന്നത്. 2 ബെഡ്റൂം തൊട്ട് 6 ബെഡ്റൂം വരെ അവിടെ അവൈലബിൾ ആണ്. എട്ടാമത് എമിറേറ്റ്സ് ഹിൽസ് ആണ്. അതുപോലെ തന്നെ 2849 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റാണ് സ്റ്റാർട്ട് ആവുന്നത്. 5 ബെഡ്റൂം തൊട്ട് 7 ബെഡ്റൂം വരെയാണ് അവിടെ ഉള്ളത്. ഒമ്പതാമത്തെ സ്പ്രിങ്സ് ആണ്. 1696 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റാർട്ട് ആവുന്നത്. 2 ബെഡ്റൂം തൊട്ട് 6 ബെഡ്റൂം വരെയാണ് അവിടെ ഉള്ളത്. പത്താമത്തത് മിഡോസ് ആണ്. 3 ബെഡ്റൂം തൊട്ട് 7 ബെഡ്റൂം വരെയാണ് ഉള്ളത്. 2204 പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റിലാണ് അവിടെയും സ്റ്റാർട്ട് ആവുന്നത്. ഇതെല്ലാം റെഡി കമ്മ്യൂണിറ്റിയാണ് ഞാൻ പറയുന്നത്. 198 രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി ടോപ്പ് 10 ഗേറ്റഡ് കമ്മ്യൂണിറ്റി റെഡി ആയിട്ടുള്ളതാണ് ഞാനിത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത് സപ്ലൈ ഇനഫ് അല്ല, ഇനിയും ഇതിവിടെ സപ്ലൈ ഇഷ്ടം പോലെ വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ് ഇപ്പോഴെന്ന്.